പറഞ്ഞില്ലേ, മൂന്ന് കാര്യം ഒരാളുടെ ഈമാനിന്റെ മാധുര്യം. ഏതൊക്കെയാണത്? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവിനെയും കൊണ്ട് റസൂലിനെയും അവന് മറ്റെല്ലാത്തിനേക്കാളും പ്രിയങ്കരമാണ്. ആ സ്നേഹം അത്ര ശക്തമാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം ഏറ്റവും സ്നേഹിക്കുന്നത്, റബ്ബിന്റെ സ്നേഹത്തിനു വേണ്ടിയാണ് അവൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ചില ഹദീസുകൾ അവിടുന്ന് പറഞ്ഞതുപോലെ, അള്ളാഹു നീ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫലാ ഉബാലി, നിനക്കെന്നോട് തൃപ്തി ഉണ്ടെങ്കിൽ പിന്നെ എന്തും എനിക്കൊരു പ്രശ്നമല്ല. ഈമാൻ എന്ന് പറയും അള്ളാഹുവിന്റെ തൃപ്തി, അവൻ അതിന്റെ സുഖം ആസ്വദിക്കുന്നവനാണ്. അപ്പോ അള്ളാഹുവിനോടുള്ള ഈ സ്നേഹവും ഈ നനവും ഉണ്ടായി, ഹൃദയത്തിലെ ഈമാനിന്റെ നനവും ഉണ്ടായിരിക്കണം. അതുപോലെ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, എന്നൊരാളെ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിന്റെ പ്രേരണ എന്നത് അള്ളാഹു മാത്രമാണ്. റബ്ബിന്റെ പേരിലാണ് അവൻ സ്നേഹിക്കുന്നത്. വേറൊരു കാരണവുമില്ല, ദുനിയാവോ മറ്റോ ഒന്നും അവന്റെ മുന്നിലില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിൽ മാത്രമാണ് സ്നേഹമുള്ളത്. മൂന്നാമത്തെ കാര്യം അൻ യക്റഹ അൻ യഊദ ഇലൽ കുഫർ കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. അവൻ കുഫറിലേക്ക് തിരിച്ചു പോകുക എന്നത് ആലോചിക്കുന്നത്, അവന് തീയിലിട്ട് കരിക്കുന്നത് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഹൃദയത്തിൽ പിടച്ചിലുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഈമാനിന്റെ മധുരമാണ്. ഈ ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ അവന് സാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഅ്മിനായി കഴിഞ്ഞാൽ അവൻ ഏറ്റവും ആസ്വദിച്ചാണ് ദീൻ കൊണ്ടു നടക്കുന്നത്. നിസ്കാരത്തിൽ അവൻ ആസ്വാദനമുണ്ട്, ഇബാദത്തിൽ ആസ്വാദനമുണ്ട്, ഒരു പ്രയാസമില്ല. ഇങ്ങനെ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം അൽ ഖൗഫ് വർ റജാ, അള്ളാഹുവിനോട് ഭയവും അതുപോലെ അവനിൽ പ്രതീക്ഷയും ഉണ്ടായിരിക്കണം. മുഅ്മിനിന്റെ ഹൃദയം ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്. ഏതു സന്ദർഭത്തിലും അവന്റെ നന്മകൾ ആലോചിച്ചാൽ അവന് പ്രതീക്ഷയുണ്ട്, തിന്മകൾ ആലോചിച്ചാൽ അവന് ഭയമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവന്റെ മനസ്സ് പ്രതീക്ഷയിലാണ്, നരകത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ പേടിയിലാണ്. ഏതു കാര്യങ്ങളും ചെയ്ത നന്മകൾ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ അവന് അത് സ്വീകരിക്കപ്പെട്ടു എന്ന പ്രതീക്ഷയുണ്ട്, ചിലപ്പോൾ അതിൽ കലർപ്പുകൾ വന്നോ എന്ന പേടിയുണ്ട്. തിന്മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹു ഇത് പുറത്തു തന്നേക്കുമെന്ന പ്രതീക്ഷയുണ്ട്, അള്ളാഹു ശിക്ഷിച്ചേക്കാം എന്ന പേടിയുണ്ട്. ഖുർആൻ നോക്കൂ നിങ്ങൾ, ഖുർആനിൽ ഇതേ കാര്യമാണ്. സ്വർഗം പറഞ്ഞാൽ ഉടൻ നരകമുണ്ട്. അള്ളാഹു എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കുക, അന്നി അനൽ ഗഫൂർ റഹീം, ഞാൻ ഗഫൂറാണ്, അങ്ങേറ്റ് പുറത്തു കൊടുക്കുന്നവനാണ്, അങ്ങേറ്റ് കരുണ ചൊരിയുന്നവൻ. പക്ഷെ എന്റെ വേദന കഠിനമായ വേദനയുള്ള ശിക്ഷയാണ്. സൂറത്തുൽ ഫാത്തിഹ നോക്കൂ, അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. റഹ്മാനാണ് റബ്ബ്, റഹീമാണ് കരുണയുള്ളവനാണ്, അങ്ങേറ്റം കരുണയുള്ളവനാണ്. മാലിക് യൗമിദ്ദീൻ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണ്. നമുക്ക് പേടിക്കും പ്രതീക്ഷക്കും ഇടയിലാണ് ഹൃദയമുള്ളത്. വിശ്വാസം ഒരിക്കൽ മരണാസന്നനായ ഒരാളെ സന്ദർശിച്ചു. കൈഫ തജിദു ഖൽബക്, നിന്റെ ഹൃദയം എങ്ങനെയുണ്ട്, നിന്റെ മനസ്സിൽ എന്താണ് നിന്റെ ചിന്ത? ഇവർ അള്ളാഹുവിന്റെ റസൂലെ, എന്റെ തിന്മകളെയാണ് ഞാൻ പേടിക്കുന്നത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലാണ് എന്റെ പ്രതീക്ഷയുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹൃദയവുമായി ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ പേടിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിന് നിർഭയത്വം നൽകുന്നതാണ്, അവൻ പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിന് നൽകുന്നതാണ്. അള്ളാഹുവിൽ പേടിയുണ്ട്, അതോടൊപ്പം പ്രതീക്ഷയുണ്ട്. അള്ളാഹു അസീസാണ്, ജബ്ബാറാണ്, മുതകബ്ബിറാണ് എന്ന് കേൾക്കുമ്പോൾ കബീറാണ്, മുതആലാണ്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, ഇത് കേൾക്കുമ്പോൾ പിന്നെ പേടിയുണ്ടാവണം. റഹീമാണ്, റഹ്മാനാണ്, അഫൂവാണ്, ഗഫൂറാണ്, വദൂദാണ്, അവന് പ്രതീക്ഷയുണ്ടായിരിക്കണം. ഇങ്ങനെയായിരിക്കണം ഒരു മുഅ്മിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവന്റെ ഹൃദയം ഈ രണ്ടിനും ഇടയിലാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. നാലാമത്തെ കാര്യം അൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വാക്കാണ് നീ പറഞ്ഞത്. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത്. അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ അവകാശം, ഏറ്റവും വലിയ സത്യം, ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അത് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വിരുദ്ധമായതിനോട് നിനക്ക് പരിപൂർണമായ അകൽച്ചയുണ്ടായിരിക്കണം. തൗഹീദാണ് നിന്റെ ഏറ്റവും പ്രിയങ്കരമായ കാര്യം. അപ്പൊ അതിന് ഏറ്റവും വിരുദ്ധമായ കാര്യം, നിനക്ക് ഏറ്റവും അകൽച്ചയുള്ള, ഏറ്റവും അനിഷ്ടമുള്ള, ഏറ്റവും വെറുപ്പുള്ള കാര്യമായിരിക്കണം. തൗഹീദാണ് നിനക്ക് ഏറ്റവും സ്നേഹമുള്ളത്, അതിനോടാണ് നിനക്ക് ഏറ്റവും പ്രിയമുള്ളത്. പിന്നെ അതിന്റെ വിപരീത ദിശയിലുള്ളത് നിനക്ക് എങ്ങനെ വെറുക്കാതിരിക്കാൻ സാധിക്കും? നിനക്ക് എങ്ങനെയാണ് അതിനെ സ്നേഹിക്കാൻ കഴിയുക? ഒരിക്കലും സാധിക്കില്ല.
ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അത് ഒരുമിക്കുക എന്നത് സാധ്യമേ അല്ല. ദുനിയാവിൽ പോലും അത് പലപ്പോഴും ആളുകൾക്ക് സാധിക്കുന്ന കാര്യം. നിന്റെ ഏറ്റവും അടുത്ത മിത്രം, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, നിന്നെ അവൻ ഏറ്റവും സ്നേഹമാണ്. നിന്റെ ഏറ്റവും വലിയ ശത്രുവിനോട് സലാം പറഞ്ഞ് ചിരിച്ചു വർത്താനം പറഞ്ഞ് അവനായിട്ട് എല്ലാ നിലക്കും ബന്ധം വെച്ചു കൊടുത്തു. നിനക്ക് തൃപ്തികരമായിരിക്കുമോ അത്? നിന്റെ മിത്രത്തിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നതാണോ അത്? ഒരിക്കലും. ദുനിയാവിൽ മനുഷ്യന്റെ കാര്യം ഇതാണ്. മനുഷ്യനാണോ, അവന് സ്നേഹമുണ്ടോ എങ്കിൽ അതിന് വിപരീതമായ വെറുപ്പുണ്ടായിരിക്കണം. വെറുപ്പുണ്ടാവുക സ്വാഭാവികമായ കാര്യമാണ്, അത് ഉണ്ടായിരിക്കണം. തൗഹീദിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ വിപരീതത്തിൽ നിന്ന് അകൽച്ച പാലിച്ചിരിക്കണം. ഷിർക്കിൽ നിന്ന് അവന് അകലമുണ്ടായിരിക്കണം. അവന് ഷിർക്കിന്റെ ഒരു കാര്യവുമായും ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഒരു ചെറിയ കൈകൊണ്ടൊരു അഭിവാദ്യം ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ വിഷ് യു, ഹാപ്പി, ഇന്ന ആഘോഷം, അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുക, മറ്റൊരാൾ ആരാധിക്കപ്പെടുക എന്ന ദുനിയാവിലെ ഏറ്റവും വലിയ അതിക്രമത. ഇനി അതിനേക്കാൾ വലിയൊരു അതിക്രമം ഈ ഭൂമിയിൽ സംഭവിക്കാനില്ല. എങ്ങനെ നീ അങ്ങനെ ഒരു കാര്യത്തിനോട് ആശംസ പറയാ, അല്ലെങ്കിൽ അതിനോട് നിനക്ക് താല്പര്യം ഉണ്ടാകാം? അത് ആ ഷിർക്കിനോട് നിനക്ക് അകൽച്ച ഉണ്ടായിരിക്കണം. ആ ഷിർക്ക് പ്രവർത്തിക്കുന്നവരോട്, അത് പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ നിനക്ക് അകൽച്ച ഉണ്ടായിരിക്കണം. അവരോട് നിനക്ക് ആ ആദർശത്തിന്റെ കാര്യത്തിൽ അനിഷ്ടമുണ്ടായിരിക്കണം, വെറുപ്പുണ്ടായിരിക്കണം. അവർ ആ ആദർശത്തിന്റെ പേരിൽ സ്നേഹിക്കാൻ പാടില്ല. നിനക്ക് മുസ്ലിമിനോടാണ് ഇഷ്ടമുണ്ടാകേണ്ടത്. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാണ്, അവൻ തൗഹീദ് പാലിക്കുന്നവനാണ്. അവനോടാണ് നിനക്ക് ഇഷ്ടമുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പലയിടത്തും പറഞ്ഞതുപോലെ, നീ മൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. നീ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. മുസ്ലിമിന്റെ ഹൃദയം വേദനിച്ചാൽ നിനക്ക് വേദനിക്കുന്നു. മുസ്ലിം അവന്റെ പ്രയാസം നിന്റെ പ്രയാസമാണ്. അൽ മുസ്ലിം അൽ മുസ്ലിം കൽ ജസദിൽ വാഹിദ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം ശരീരം പോലെയാണ്. ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഒരു ജനതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻതും ഖൈറ ഉമ്മ, അല്ലാഹു തിരഞ്ഞെടുത്ത സമൂഹമാണ് നിങ്ങൾ. നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഒരുമിച്ചവരാണ്. ഇസ്ലാമിന് വിരുദ്ധമായി നിൽക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകരുത്, അതിനോട് നിങ്ങൾക്ക് പ്രിയമുണ്ടാകരുത്. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിം അല്ലാത്ത ഒരാൾ അനീതി കാണിക്കണമെന്നല്ല, അതിക്രമം കാണിക്കണമെന്നല്ല, അന്യായം പ്രവർത്തിക്കണമെന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അത് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ മുംതഹന നിങ്ങൾ നോക്കൂ, ഈ രണ്ടു പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ മുംതഹനയിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഅഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. അല്ലാഹു പറയുന്നു, ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും. അത് ഇബ്രാഹിം നബിയുടെ ഒപ്പമുള്ള ആൾക്കാരാണ്. ഇബ്രാഹിം നബി അബുൽ അംബിയ ആണ്, നബിമാരുടെ പിതാവാണ്. അദ്ദേഹത്തിന്റെ തലമുറയിലാണ് നബിമാർ ധാരാളം വന്നത്. ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് നബിമാരിലുമെല്ലാം നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. അവരെന്താ ചെയ്തത്? ഖാലൂ ലിഖൗമിഹിം, അവർ തങ്ങളുടെ ജനതയോട് പറഞ്ഞു, ഇന്നാ ബുറാഅഉ മിൻകും, ഞങ്ങൾ നിങ്ങളുമായി ബന്ധമില്ല. നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ നിങ്ങളുമായിട്ട് ബന്ധമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധമില്ല. നിങ്ങൾ വേറെ മതത്തിലാണ്, നിങ്ങൾ വേറെ ആദർശത്തിലാണ്, ഞങ്ങൾ വേറെ ആദർശത്തിലാണ്. ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്, അവനെ അനുസരിക്കുന്നവരാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാണ്. ഇന്നാ ബുറാഅഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്ന, ആരാധിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്. നോക്കൂ, ഷിർക്കിൽ നിന്ന് അകലം പറയുന്നതിന് മുൻപ് ഷിർക്ക് ചെയ്യുന്നവരിൽ നിന്നാണ് അകലം പറഞ്ഞത്. ഇന്നാ ബുറാഅഉ മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്, നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാണ്. ചില ആൾക്കാർ പറയും തിന്മയെ വെറുത്താൽ മതി, തിന്മ ചെയ്യുന്നവനെ വെറുക്കണം, അങ്ങനെ പറയുന്ന ആൾക്കാർ. ഏറ്റവും വലിയ വിവരക്കേടാണ് പറയുന്നത്, സാധ്യമല്ലാത്ത കാര്യമാണ്. ഒരാൾ പറയും എനിക്ക് റേപ്പ് അതിനോട് വെറുപ്പുണ്ട്, പക്ഷെ റേപ്പിസ്റ്റിനോട് വെറുപ്പില്ല. ഞാൻ അയാളെ കണ്ടു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇന്ന എന്നൊരാൾ പറയുമോ? ഒരാൾ പറയും ഒരു വളരെ ജനങ്ങൾ വളരെ മോശമായി കാണുന്ന തിന്മയുള്ളത് ഏതെങ്കിലും ഒരാൾ പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ തിന്മകൾ ചെയ്ത് ജയിലിൽ പോയ പല ആൾക്കാരുണ്ട്. ഒരാൾ പറയണം എനിക്കവൻ ചെയ്ത പ്രവൃത്തിയുടെ കുഴപ്പമുള്ളൂ, അവൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ്, അവനെന്തിനാ ഓർക്കുന്നത്? ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ സാധിക്കുമോ? സാധിക്കും, മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല അത്. ആൾക്കാർ ഇന്ന് പറഞ്ഞുണ്ടാക്കിയ കപടതകളിൽപ്പെട്ടതാണ് തിന്മയെ വെറുത്താൽ മതി, തിന്മ ചെയ്യുന്നതിനെ വെറുക്കണ്ടെന്നുള്ളത്.
തിന്മ എങ്ങനെ ഉണ്ടായത്? ചെയ്തോണ്ടല്ലേ, അവനത് ചെയ്തോണ്ടല്ലേ. അല്ലെ വെറുതെ തിന്മ വെറുതെ വന്ന് നിൽക്കുമോ? ഇല്ലല്ലോ, തിന്മ അവന്റെ അടുത്ത് നിന്നല്ലേ ഉണ്ടായത്. ഓ, ഇതേപോലെ ഏതു തിന്മ, എനിക്ക് കളവ് പ്രശ്നമല്ല, പക്ഷെ നാട്ടിൽ ഏറ്റവും വലിയ കള്ളനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് എന്നാരിൽ പറയോ? എനിക്ക് കളവിനോട് വെറുപ്പുണ്ട്, പക്ഷെ കള്ളന്മാരോട് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിപരീതമായ അർത്ഥമാണത് നൽകുന്നത്. അപ്പൊ ശിർക്ക് ചെയ്യുന്ന ഒരാളോട് ശിർക്കിനോട് വെറുപ്പുണ്ടാകുന്നത് പോലെ തന്നെ ചെയ്യുന്നവനോട് സ്വാഭാവികമായിട്ടും അവനോട് അനിഷ്ടം വെറുപ്പും ഉണ്ടായിരിക്കും. എന്നാൽ ഈ വെറുപ്പോ അനിഷ്ടമോ ഒരിക്കലും അന്യായം പ്രവർത്തിക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കാൻ പാടില്ല. ആ സൂറത്തുൽ മുംതഹനയിൽ തന്നെ അല്ലാഹു പറഞ്ഞതുപോലെ ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ, അവരോട് നന്മ ചെയ്യുന്നത് അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല. അവരോട് നന്മ ചെയ്യാം, അവരോട് നന്മ ചെയ്യണം, അവരുടെ നന്മയിൽ വർത്തിക്കണം, അവരോട് നീതി പാലിക്കണം, അന്യായം ചെയ്യാൻ പാടില്ല. അവരോട് പോലും അന്യായം ഒരാളോട് പ്രവർത്തിക്കാൻ പാടില്ല, അനീതി ഒരു മനുഷ്യനോട് പ്രവർത്തിക്കാൻ പാടില്ല. അവൻ അള്ളാഹുവിന്റെ എത്ര വലിയ ശത്രുവാകട്ടെ, അവനോട് പോലും അനീതി ചെയ്യാൻ പാടില്ല. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, നിങ്ങൾക്ക് ഒരു ജനതയോടുള്ള വെറുപ്പ്, അവരോട് അതിക്രമം പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അവരോട് നന്മയിൽ വർത്തിക്കണം. മാതാപിതാക്കൾ, ഒരാൾ മുസ്ലിമായി, അവന്റെ മാതാപിതാക്കൾ മുസ്ലിമായിട്ടില്ല, അവരോട് നന്മയിൽ വർത്തിക്കണം. മാതാപിതാക്കളുടെ ബാധ്യത നിറവേറ്റണം. ഒരുത്തന്റെ അയൽവാസി മുസ്ലിം അല്ലാത്ത അയൽവാസിയാണ് എന്നതുകൊണ്ട് അയാളോട് അനീതി കാണിക്കാൻ പാടില്ല, അക്രമം കാണിക്കാൻ പാടില്ല. അയാളുടെ നന്മ കാണിക്കണം. അയാൾ പട്ടിണി കിടക്കുന്നുണ്ട് എങ്കിൽ അയാളെ പരിഗണിക്കണം, അയാൾക്ക് ഭക്ഷണം നൽകണം, അയാളെ സഹായിക്കണം. അയാളൊരു ആവശ്യവുമായി വന്നാൽ അയാളെ പരിഗണിക്കണം. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച നന്മകൾ മനുഷ്യരോട് ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ച നന്മകൾ അവ പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ സ്ഥാപിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ അവൻ നിരാകരിക്കേണ്ട കാര്യങ്ങളുമാണ് ഇത്രയും പറഞ്ഞത്. വനവാഖിദുഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ അതിനെ അവന്റെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി നശിപ്പിച്ചു കളയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? കുല്ലു മാ യൂഖിഉ സാഹിബഹു ഫി ശിർക്കി അവൽ കുഫ്റിൽ അക്ബർ, ഒരു മനുഷ്യനെ ഷിർക്കിലോ കുഫ്റിലോ ആക്കുന്ന എന്തൊരു കാര്യമുണ്ടോ, അള്ളാഹു റസൂലും ഷിർക്കാണെന്ന് പഠിപ്പിച്ച, കുഫ്റാണെന്ന് പഠിപ്പിച്ച എന്ത് കാര്യമുണ്ടോ അത് ഒരാൾ ചെയ്താൽ അവരുടെ മുസ്ലിം എന്ന് പുറത്തുപോയി. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ആകെ ഒരൊറ്റ വഴിയുള്ളൂ, പുറത്തു പോകാൻ എണ്ണമില്ലാത്ത വഴികളാണ്. അതുകൊണ്ട് കരുതിയിരിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഉള്ളിലേക്ക് വരാൻ ഒറ്റ വഴിയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് സാക്ഷ്യം വഴി. പുറത്തേക്ക് പോകാൻ അനേകം വഴികളുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കാൻ, അതിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ. അള്ളാഹും അവന്റെ റസൂലും ഷിർക്കാണെന്നോ കുഫ്റാണെന്നോ പഠിപ്പിച്ച കാര്യങ്ങളിൽ വീണുപോകാതിരിക്കാനുള്ള കരുതലുണ്ടാകുക. അപ്പൊ ഏതാണ് ഷിർക്ക്, ഏതാണ് കുഫർ എന്നത് അവന് പഠിക്കേണ്ടതുണ്ട്. ഷിർക്കും കുഫറും 4 തരത്തിലുണ്ടാവാം. വഹിയ അർബഅതു അൻവാ, 4 തരത്തിൽ ഷിർക്കോ കുഫറോ സംഭവിക്കാം. ഒന്നല്ലെങ്കിൽ ഖൗലുൻ, നാവ് കൊണ്ട് ഒരാൾ സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു. നാവ് കൊണ്ട് ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിൽ അള്ളാഹുവിന് ഒരാൾ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപം പറഞ്ഞു, മോശം പറഞ്ഞു, സഹാബികളെ മൊത്തത്തിൽ ഒന്നടങ്കം ആക്ഷേപിച്ചു, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് പ്രവർത്തിച്ചത്. അതല്ലെങ്കിൽ ആളുകൾ ഇന്ന് നിസ്സാരമായി കാണുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ദീനിനെ പരിഹസിക്കുക എന്നുള്ളത്, കളിയാക്കുക എന്നുള്ളത്, ദീനിനെ കുറിച്ച് തമാശ പറയാന്നുള്ളത്, ഖുർആനെ കുറിച്ച് തമാശ പറയാം, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ റസൂലിനെ കുറിച്ച് തമാശ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികൾ ഒരിക്കലൊരു യാത്ര പോവാണ്. ആ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ, അയാൾ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു, മാ റഅയ്തു മിസ്ല ഹഉലാഇൽ ഖുറാ അജ്ബന ബുതൂനൻ അജ്ബന ഇൻദ ലിഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന ചില ആളുകൾ, അവരെ കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞു, അവരെക്കാൾ പേടിത്തൊണ്ടന്മാരായ, അവരെക്കാൾ ഭക്ഷണ കൊതിയന്മാരായ
വേറെ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, പരിഹസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള ഖുർആൻ പഠിക്കുന്ന ആൾക്കാരെ പറ്റി പരിഹസിച്ചു പറഞ്ഞതാണ്. അങ്ങനെ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന സഹാബിമാരിൽ ഒരാൾ പറഞ്ഞു, നീ മുനാഫിഖാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറയുക തന്നെ ചെയ്യും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുമ്പോഴേക്ക് അള്ളാഹു ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. എന്താ ഖുർആനിൽ ആയത്ത്? വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് നീ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശ പറഞ്ഞതായിരുന്നു, ഞങ്ങൾ കളി പറഞ്ഞതായിരുന്നു എന്ന് അവർ പറയും. ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നബിയെ ചോദിക്കുക, അള്ളാഹുവിനെ കൊണ്ട് അവന്റെ റസൂലിനെ കൊണ്ടോ അവന്റെ ആയത്തുകളെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹാസം പറയുന്നത്, കളിയാക്കുന്നത്, തമാശ പറയുന്നത്? ഖദ് കഫർതും ബഅദ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ ഇനി ഒരു ന്യായവും പറയേണ്ടതില്ല, നിങ്ങൾ മുഅ്മിനായിരുന്നതിന് ശേഷം ഇതാ നിങ്ങൾ കാഫിറായിരിക്കുന്നു. അല്ലാഹുവിന്റെ ദീൻ തമാശ. ചില വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആൾക്കാർ ചില വാക്ക് പറയും, അവനതിനൊരു വിലയും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ നരകത്തിൽ 70 വർഷം അകലേക്ക് താഴേക്ക് ആപതിക്കാൻ അവരൊറ്റ വാക്ക് മതിയാവും. ദീനുകൊണ്ട് തമാശ പറയരുത്. ദീൻ തമാശക്കുള്ളതല്ല. അള്ളാഹു ആകാശങ്ങളുടെ 7 ആകാശങ്ങൾക്ക് മുകളിൽ ജിബ്രീൽ എന്ന മലക്കിന്റെ കയ്യിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, ഇസ്ലാം അവതരിപ്പിച്ചത് നിനക്ക് കോമഡി പറയാനല്ല, നിനക്ക് തമാശ പറയാനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, നാം ഒരു ഭാരമുള്ള കാര്യമാണ് നബിയെ താങ്കൾക്ക് ഇട്ടുതരുന്നത്, ഒരു വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദീനിൽ ചെറിയ കാര്യമില്ല, ഇതിലൊക്കെ വലിയ കാര്യമാണ്. അദ്ദേഹം ഈ ആയത്താണ് അദ്ദേഹം പറഞ്ഞു, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമുള്ള കാര്യമാണ് നബിയെ താങ്കൾക്ക് ഞാൻ തന്നത്. ദീൻ ഗൗരവമുള്ള കാര്യമാണ്, ഇത് തമാശ പറയാൻ പറ്റിയ കാര്യമല്ല. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറയുന്ന സന്ദർഭങ്ങളിൽ സഹാബികൾ അവർക്ക് ശേഷമുള്ളവർ അങ്ങേറ്റം ഭയവും പേടിയും കാണിച്ചിരുന്നു എന്നാണ്. സഹാബികൾ ചെറുക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറയുമ്പോൾ റസൂലിനെ കുറിച്ചുള്ള ഓർമ്മയാൽ അവരുടെ തൊണ്ടയിടറുകയും അവരുടെ കണ്ണുകൾ നിറയുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അത്രയും ബഹുമാനത്തിലാണ് അവർ ചെയ്തിരുന്നത്, പറഞ്ഞിരുന്നത്. നമ്മൾ ചില ആൾക്കാർക്ക് ദീനുമായി ബന്ധപ്പെട്ട് ചില കാര്യം തമാശയാണ്. ഗീബത്ത് പറയും, എന്നിട്ട് പറയും, കുറച്ചേരം ഇറച്ചി ഉണ്ട്, അപ്പൊ നല്ല ഇറച്ചിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. നീ ആ ഹറാം ചെയ്തുകൊണ്ട് എത്ര നിസ്സാരമായിട്ടാണ് പറയാ കുറച്ചേരം ഇറച്ചി എന്ന്. ഗീബത്തിനേക്കാൾ ഗുരുതരമാണ് നിന്റെ ഈ വാക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണത്. അപ്പൊ ദീൻ തമാശക്കുള്ളതല്ല. അതല്ലെങ്കിൽ ദീനിന്റെ അടയാളങ്ങൾ, വസ്ത്രം ബിരിയാണിക്കുമ്പോൾ കയറ്റിയെടുക്കാന്നുള്ള അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാർ എന്താ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, നിനക്ക് തമാശ പറയാനുള്ളതല്ല ഇത്, അള്ളാഹുവിന്റെ ദീനാണ്. അതല്ലെങ്കിൽ ഖുർആനിലെ ചില ആയത്തുകൾ, ചില മലയാള പദങ്ങളോട് ചിലപ്പോൾ സാദൃശ്യം ഉണ്ടാവും, അപ്പൊ അത് വെച്ച് കോമഡി പറയാം, അത് വെച്ച് തമാശ. അള്ളാഹുവിന്റെ കലാമുന്റെ റസൂൽ തമാശക്കുള്ളതല്ല. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാന്നുള്ളത്, അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട കാര്യം കളിയാക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീന് നിങ്ങളെ തമാശക്ക് പറ്റിയതല്ല. ചിലർ മുൻഗാമികൾ പറഞ്ഞതുപോലെ നിനക്ക് തോന്നിയ എന്ത് കാര്യം കൊണ്ട് നീ കളിച്ചോ, പക്ഷെ നിന്റെ ദീന് കൊണ്ട് കളിക്കരുത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്കണ്ട മനുഷ്യന്മാർക്കിടയിൽ നിനക്ക് തെരഞ്ഞെടുത്ത് തന്നെ ഞാൻ നിസ്സാരമായി കാണരുത്. അപ്പോ ചിലപ്പോൾ ഇസ്ലാമിൽ പുറത്തു പോകാൻ വാക്കുകൾ കാരണമായേക്കാം, ചിലപ്പോൾ ഫിഅലുൻ ചില പ്രവർത്തനങ്ങൾ കാരണമായേക്കാം. ഉദാഹരണത്തിന് ഇസ്ലാമിൽ പുറത്തു പോകാൻ കാരണം ഒരു പ്രവർത്തനം കൈകാലോട് ചെയ്യുന്നൊരു കാര്യം, സുജൂദ് ചെയ്യുക അള്ളാഹു അല്ലാത്തവർക്ക് മുന്നിൽ. ഒരാളല്ലാത്ത വിഗ്രഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്തു, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് മുൻപിൽ ഒരാൾ സുജൂദ് ചെയ്താൽ ശിർക്ക്. ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ് അവൻ പ്രവർത്തിച്ചത്. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ചിലപ്പോൾ ചില പ്രവർത്തനം കാരണമാവും. ഒരാൾ വിഗ്രഹത്തിന് മുന്നിൽ, എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഞാൻ ഈ വിഗ്രഹത്തിന് മുൻപിൽ എല്ലാവരും ചെയ്യണല്ലേ, നമ്മളെങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് വിചാരിച്ച് ചെയ്താന്ന് പറഞ്ഞാലോ
പറ്റില്ല. അവന്റെ ആ പ്രവൃത്തിയോടുകൂടി തന്നെ അവൻ കാഫിറാകും. ഇന്ന് ചില ആൾക്കാർ സുബ്ഹാനല്ലാഹ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായമാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവും. അങ്ങനെ കാര്യകാരണ ബന്ധത്തെ അപ്പുറമൊന്നും ഇവിടെ ഇല്ല. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ശിർക്കാണ്. ഇസ്ലാം പുറത്തു പോകും. നീ പിന്നെ എന്ത് ബന്ധമില്ലായ്മ പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം പുറത്തു പോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഇബാദത്തായി നിശ്ചയിച്ച ഒരു ഇസ്ലാമിൽ പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളിൽ ഗണ്യ കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവൻ ഇസ്ലാമിൽ പുറത്തു പോകും. അതിൽപ്പെട്ട കാര്യമാണ് പണ്ഡിതന്മാരിൽ അനേകം പേർ, വലിയൊരു വിഭാഗം ആളുകൾ പറഞ്ഞ, സഹാബികൾ ഒന്നടങ്കം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. നമുക്കും മുസ്ലിം അല്ലാത്തവർക്കും ഇടയിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് നിസ്കാരമാണ്. ആരെങ്കിലും അത് ഉപേക്ഷിച്ചാലും കാഫറായിരിക്കുന്നു. അതൊരു സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫറാണ് എന്നതിൽ സഹാബികൾക്ക് ഏകോപനമുണ്ടായിരുന്നു. ഒരു ഏകോപിച്ച അഭിപ്രായമാണ് ഇന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയേക്കാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായി എണ്ണപ്പെട്ടതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഇഅ്തിഖാദ്, വിശ്വാസം. ചില കാര്യം വിശ്വസിച്ചാൽ തന്നെ, ഒന്നും ചെയ്തിട്ടില്ല, അവൻ വിശ്വസിച്ചു എങ്കിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഉദാഹരണത്തിന് ഏതെങ്കിലും തങ്ങന്മാർക്കോ ജ്യോത്സ്യന്മാർക്കോ ഗൈബ് അറിയാം എന്ന് അവൻ വിശ്വസിച്ചാൽ അവൻ കാഫിറാവും. വിശ്വസിച്ചാൽ തന്നെ കാഫിറാവും. അതിന് പ്രത്യേകം അവരോട് പോയി സഹായം ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ അവൻ കാഫിറായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ കാഫിറായി, പ്രാർത്ഥിക്കണമെന്നില്ല. അതല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത ഒരു ദീൻ അള്ളാഹു സ്വീകരിക്കുന്നതാണെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ വിശ്വസിച്ചാൽ ഒരാൾ പറയാം, ഒരാൾ മുസ്ലിം ആവണമെന്നില്ല, അള്ളാഹിന്റെ അടുത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, ഇന്ന് ചില ആൾക്കാർ പറയുന്ന പോലെ എല്ലാ പുഴയും സമുദ്രത്തിലേക്കാണ് പോകുന്നത്, ഏത് മതം സ്വീകരിച്ചാൽക്കും എല്ലാം അള്ളാഹിന്റെ അടുത്തേക്കാണ് എന്നൊരാൾ പറയും, മുസ്ലിം അല്ല, ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് വിരുദ്ധമാകൽ, അതായത് തകർത്ത് കളയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ചിലപ്പോൾ വാക്കുകൾ, ചിലപ്പോൾ പ്രവർത്തികൾ, ചിലപ്പോൾ വിശ്വാസം. നാലാമത്തെ കാര്യം ഷക്ക്, അല്ലെങ്കിൽ ഷക്കുൻ, സംശയം ഉണ്ടാവാന്നുള്ളത്. ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ സംശയമുണ്ടായാൽ ഒരു ഇസ്ലാമിൽ പുറത്തു പോകും. പരലോകമുണ്ടോ, ഒരു സംശയം ഉണ്ടായാലും ഇസ്ലാമിൽ പുറത്തു പോകും. ഉറച്ചു വിശ്വസിച്ചിരിക്കണം എന്നാണ്, ഒരു സംശയം പാടില്ല. അള്ളാഹു ഉണ്ടോ, ഞാൻ നിസ്കരിക്കുന്നത്, ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ. കാഫിറാണ്, മുസ്ലിം അല്ല, ഇസ്ലാമിൽ പുറത്തു പോയനാണ്. അങ്ങനെ ഇബാദത്ത് കാര്യമില്ല. പരലോകം ഉണ്ടെങ്കിൽ അതല്ലേ രക്ഷപ്പെട്ടെ, ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാട് പോയല്ലോ. അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ അവൻ ഇസ്ലാമിൽ പോകും, മുസ്ലിം അല്ല, കാഫിറാണ്. പരലോകത്തിന്റെ കാര്യത്തിൽ, അള്ളാഹു സുബ്ഹാനഹു ഉണ്ട്, മലക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ, അതുപോലെ തന്നെ സ്വർഗനരകങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ, അള്ളാഹു എല്ലാം വിധിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ, ഇങ്ങനെ വിശ്വസിക്കാൻ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിൽ സംശയമുണ്ടായാൽ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ സംശയമുണ്ടായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ സംശയമുണ്ടായാൽ ഉടനെ പരിഹരിക്കണം. കുറച്ചു നേരം കഴിയട്ടെ. ഇന്ന് പലപ്പോഴും ആളുകളെ ഈ അപകടത്തിൽ ചടിക്കുന്ന ഈ ഫോണാണ്. ഇതിലെല്ലാം ഇരുന്ന് കേൾക്കുക, എല്ലാ നിരീശ്വരവാദികളുടെ, എല്ലാ നിർമ്മതവാദികളുടെ എല്ലാം കേൾക്കണം. സഹോദരങ്ങളെ, നിങ്ങളെക്കാൾ നമ്മേക്കാൾ അറിവുണ്ടായിരുന്നവർ അങ്ങനെ കേട്ടിട്ട് പയച്ചു പോയിട്ടുണ്ട്. നമ്മേക്കാൾ ഇബാദത്തുണ്ടായിരുന്ന ആളുകൾ അങ്ങനെ കേട്ടിട്ട് പയച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ ദീനിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. നീ കേൾക്കാതിരിക്കണം എന്ന് പറയുന്നത് ദീനിന് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല, നിന്റെ അറിവിലും നിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയിലും കുറവുള്ളത് കൊണ്ടായിരിക്കും. ദീനിലൊന്നും കുഴപ്പമായിട്ടില്ല. അബ്ദുൽ ഖയ്യിം അദ്ദേഹം ഒരിടത്ത് പറഞ്ഞേക്കണം, ചില ആളുകൾ ദീനിൽ ചിലപ്പോൾ സംശയം വിചാരിക്കും. പറയും ദീനിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടില്ല, അവന്റെ ധാരണ ദീനിൽ അവന്റെ നോട്ടത്തിനാണ് പ്രശ്നം, അവന്റെ അറിവിനാണ് പ്രശ്നം. ഏതാളെ പോലെ ഒരാൾ അട്ടുച്ച വെയിലത്ത് ആകാശത്തേക്ക് നോക്കി സൂര്യൻ മങ്ങിയത് പോലെ ഉണ്ടല്ലോ, അവന്റെ കണ്ണിനാണ് പ്രശ്നം. സൂര്യൻ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, അവന്റെ കണ്ണിന്റെ മങ്ങല് മാറ്റിയാൽ മതി.
അവന്റെ കാഴ്ചയാണ് പരിശോധിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന് യാതൊരു പ്രശ്നമില്ല. നിന്നെക്കാൾ ബുദ്ധിയുള്ളവർ ഇതിൽ വിശ്വസിച്ചിട്ടുണ്ട്, നിന്നെക്കാൾ അറിവുള്ളവർ വിശ്വസിച്ചിട്ടുണ്ട്. ദീനിലൊരു പ്രശ്നമില്ല, പ്രശ്നമുള്ള നിനക്കാണ്. അതുകൊണ്ട് സഹോദര, ദീനിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാം. ഷഹാദത്ത് കലിമയുടെ ഷർത്തുകൾ, നിബന്ധനകൾ 7 കാര്യങ്ങളാണ്. ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ ഈ 7 കാര്യങ്ങൾ പാലിക്കണമെന്ന് ഞാൻ ചുരുക്കി പറയാം. അൽ ഇൽമു വൽ ഇഖ്ലാസ് വൽ യഖീൻ വൽ ഖബൂൽ വൽ സിദ്ഖ് വൽ ഇൻഖിയാദ് വൽ മഹബ്ബ. ഒന്ന് അൽ ഇൽമു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അത് എന്താണെന്ന് പഠിച്ചിരിക്കണം. വൽ ഇഖ്ലാസു, അത് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം, ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാവരുത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിലെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാകരുത്. ഒരാൾ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിമായി വിചാരിക്കുക, അവൻ ആ ഉദ്ദേശത്തിൽ തന്നെയാണ് തുടരുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ അടുത്തത് സ്വീകരിക്കപ്പെടുന്നതല്ല. അവന്റെ ഇസ്ലാം സ്വീകരണം കൊണ്ട് അവനൊരു ഉപകാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരാൾ ദുനിയാവിന് വേണ്ടി ഹിജറ ചെയ്താൽ, ദുനിയാവിന് വേണ്ടി പലായനം ചെയ്താൽ, പെണ്ണിനെ കിട്ടുമല്ലോ, കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ എന്ന പ്രതീക്ഷയിൽ പലായനം ചെയ്താൽ അവൻ അത് കിട്ടും, അള്ളാഹുവിന്റെ അടുത്തുള്ളത് കിട്ടില്ല. ഒരാൾ മുസ്ലിം ആകുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. വൽ യഖീൻ, ഉറച്ച വിശ്വാസം, പറയുന്ന കാര്യം ഷഹാദത്ത് കലിമയിൽ ഉറപ്പുണ്ടായിരിക്കണം, യഖീൻ ഉണ്ടായിരിക്കണം. യഖീൻ എങ്ങനെ വർദ്ധിപ്പിക്കുക? ഒന്ന്, ഖുർആൻ ഓതുക, അള്ളാഹുവിന്റെ കലാം നന്നായി ചിന്തിച്ചുകൊണ്ട് വായിച്ചുകൊണ്ടേയിരിക്കുക. 2, പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ നോക്കുക, ഇത് ഗുണപാഠം ഉൾക്കൊള്ളാം. ഇത് യഖീൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഈ ആകാശഭൂമികൾ നോക്കിയാൽ മനുഷ്യൻ തിരിയും, ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല, ഇതിൽ ലക്ഷ്യമുണ്ട്. വൽ ഖബൂൽ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ ആദർശം നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കുക, ഉൾക്കൊള്ള. നല്ല മണ്ണ് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ വിശ്വാസത്തെ വലിച്ചെടുക്കുക. നല്ല മണ്ണ് നല്ല സ്പോഞ്ചിൽ വെള്ളം വെച്ചാൽ എങ്ങനെ വലിച്ചെടുക്കൂലേ, അതേപോലെ ദീനിനെ നീ ഉൾക്കൊള്ള, നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക. സ്വീകരിക്കാൻ തയ്യാറായ ഹൃദയവുമായി നിൽക്കുക. എങ്ങനെ നിൽക്കുക? അള്ളാഹു ഒരു കാര്യം പറഞ്ഞു എന്നറിഞ്ഞാൽ ഞാനത് സ്വീകരിക്കാൻ റെഡിയാണ്. അവിടെ ഒരു നിബന്ധന ഉണ്ടാവരുത്. ഇന്നതൊക്കെ പറഞ്ഞാൽ ഓക്കെ, ഇന്നത് പറഞ്ഞാൽ എനിക്കത് പറ്റില്ല എന്ന രൂപത്തിൽ ആവരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അള്ളാഹ് എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും നീ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് അന്ധവിശ്വാസമല്ലേ? അത് അന്ധവിശ്വാസം. അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം അന്ധമായ, ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിലുള്ള വിശ്വാസമാണ്. അങ്ങനെയുള്ള വിശ്വാസം അള്ളാഹുലും റസൂലും മാത്രമേ പറ്റുള്ളൂ, വേറെ ഒരാളെയും പറ്റില്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ സംശയമല്ല, സ്വീകരിക്കാൻ റെഡിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലും സ്വീകരിക്കാൻ ഹൃദയം റെഡിയായിരിക്കണം. ഒരു നിലക്ക് തള്ളാനുള്ള മനസ്സോട് നിൽക്കാനേ പാടില്ല. ചില ആൾക്കാർ ഷർത്ത് വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കും, അങ്ങനെ പറ്റില്ല. ഷർത്ത് വെച്ചിട്ട് പറ്റില്ല, എന്തു കാര്യത്തിലും ഇസ്ലാം സ്വീകരിക്കാൻ റെഡിയാണ്. വസ്ദിഖു, സത്യസന്ധമായിരിക്കണം, കള്ളത്തരം പറഞ്ഞതാവരുത്. മുനാഫിക്കുകളോ മറ്റോ ചെയ്തതുപോലെ അവരുടെ മനസ്സിൽ വിശ്വാസമല്ലായിരുന്നു, അവർ പുറമേക്ക് മുസ്ലിമായി അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഷഹാദത്ത് പറഞ്ഞതാണ്, അതുകൊണ്ട് കാര്യമില്ല. അത് അള്ളാഹു സ്വീകരിക്കണം, സത്യസന്ധമായി പറഞ്ഞതായിരിക്കണം. വൽ ഇൻഖിയാദ്, കീഴൊതുങ്ങണം, മനസ്സുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് കീഴൊതുങ്ങണം, ശരീരം കൊണ്ട് കീഴ. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഖബൂൽ എന്നാൽ ഹൃദയം കൊണ്ട് സ്വീകരിക്കലാണ്, ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ്, പറഞ്ഞ കൽപ്പന അനുസരിക്കുക. എന്ത് അള്ളാഹു പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ റെഡിയാണ്, ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ ഇന്നതൊക്കെ പറഞ്ഞാൽ ചെയ്യാം, ഇന്നത് പറഞ്ഞാൽ ചെയ്യും. ഇപ്പോൾ സൂറത്തുൽ അൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ കേട്ടില്ലേ? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും വതുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. നിങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചാലും പുറമേക്ക് കാണിച്ചാലും അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുന്നതാണ് എന്ന ആയത്ത് അവതരിച്ചു. നമ്മൾ എത്രയോ തവണ കേട്ട ആയത്തല്ലേ? എന്താ ആയത്തിന്റെ അർത്ഥം? നിങ്ങളൊരു കാര്യം ഹൃദയത്തിൽ ചിന്തിച്ചു, പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിൽ അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും. ഇത് കേട്ടപ്പോൾ സഹാബികൾക്ക് ഇത് പ്രയാസകരമായി. ചില ആളുകൾക്ക് അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, കുല്ലിഫ്നാ മാ ലാ നുതീഖ്, നബിയെ ഞങ്ങൾക്ക് സാധിക്കാത്തതാണ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലുള്ളതൊക്കെ അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞ മനസ്സിൽ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വരാറുണ്ട്, അത് വിചാരണ ചെയ്യുന്നത് സാധിക്കാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുൻപ് കഴിഞ്ഞുപോയ യഹൂദ നസാറാക്കൾ പറഞ്ഞതുപോലെ പറയാനാണോ ഉദ്ദേശിക്കുന്നത്? അവരെന്താ പറഞ്ഞു? ഒരു അള്ളാഹു റസൂൽ പറഞ്ഞു, സമിഅ്നാ വഅസൈന, ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ജൂതന്മാരും നസ്രാനികളും പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെ പറയരുത്. ഖൂലു സമിഅ്നാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. നിങ്ങൾ പറയുക, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു.
ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് പുറത്തു തരണേ, നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം. അപ്പോഴാണ് ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന ആയത്തും റബ്ബനാ ലാ തുആഖിദ്നാ എന്ന് തുടങ്ങുന്ന ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ആ ആയത്ത് ഇറങ്ങുന്നു. അപ്പോഴാണ് അപ്പോൾ നിന്റെ ശരീരം അള്ളാഹ് കൽപ്പിച്ചത് അനുസരിക്കാൻ റെഡിയാണ്. അങ്ങനെ ആ മനസ്സോടുകൂടി ആയിരിക്കണം ഒരു മുസ്ലിമായി നീ ജീവിക്കണം. ഇത് പ്രായമാകുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ പ്രശ്നമാവുക. കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ ഞാൻ എത്ര ദർസ് കേട്ടാ, ഞാൻ എത്ര ക്ലാസ് കേട്ടാ, ഇതുവരെ കേൾക്കാത്തൊരു കാര്യം എന്നെ കൊണ്ട് പറ്റില്ല. അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസിനോടാ നീ ഇത് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ നിന്റെ മരിക്കുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞെങ്കിലും നീ കേട്ടാ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. നീ ഇത്രയും കാലം കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം സ്വീകരിക്കാൻ റെഡിയായിരിക്കണം, അനുസരിക്കാൻ റെഡിയായിരിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വൽ മഹബ്ബ, സ്നേഹമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തിനോട് സ്നേഹം ഉണ്ടാവണം, അത് പറഞ്ഞവരോട് സ്നേഹം ഉണ്ടാവണം, ആ ആദർശത്തോട് സ്നേഹം ഉണ്ടായിരിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ശർത്തിൽ പെട്ടതാണ്. ഒമിൻ തഫാസീൽ മുഖാലിഫിൻ ബാത്തിൽ ഷഹാദത്ത് തൗഹീദ്, ജനങ്ങൾ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് തെറ്റായ അർത്ഥങ്ങൾ പറഞ്ഞ പല ആൾക്കാരുണ്ട്. അതിൽപ്പെട്ടതാണ് ഖൗലുഹും, ചില ആളുകൾ പറഞ്ഞു ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. സൂഫിയാക്കൾ പറഞ്ഞ വാദാണ് അള്ളാഹു അല്ലാതെ ഒന്നുമില്ല. പണ്ട് കാലത്ത് ഈ ഹിന്ദുക്കൾ അവരുടെ കൂട്ടത്തിൽ അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്ന ചിലർ അവർ പണ്ട് പറഞ്ഞ നമ്മുടെ നാട്ടിൽ കേൾക്കുക തൂണിലും തുരുമ്പിലും ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതുമെന്ന് കടം കൊണ്ടതാണ് സൂഫികളിലെ ഈ വിശ്വാസം. അവർ പറഞ്ഞു എല്ലാം അള്ളാഹുവാണ്, എല്ലാത്തിലും അള്ളാഹു ഉണ്ട്, സൃഷ്ടിയും സൃഷ്ടാവുമില്ല, എല്ലാം എന്താണ് അള്ളാഹു തന്നെ. നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞിട്ടാണ് ചില ആളുകൾ വളരെ വികൃതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അവർ വളരെ വികൃതമായി പറഞ്ഞു. എനിക്ക് പറയാൻ പ്രയാസമുണ്ട്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അവർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പകരം അവർ പറഞ്ഞു, അള്ളാഹു പുറത്തെരുമാറാട്ടെ, അവർ പറഞ്ഞു ലാ മൂക്ക ഇല്ലല്ലാഹ്, അഊദു ബില്ലാഹ്, മൂക്ക് അള്ളാഹു അല്ലാതെയല്ല, കണ്ണ് അള്ളാഹു അല്ലാതെയല്ല, കാല് അള്ളാഹു അല്ല, എല്ലാം അള്ളാഹുവാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അത്ര ഗുരുതരമായ വാക്കാണ്. ഇത് നമ്മുടെ നാട്ടിൽ ആളുകൾ പുറത്തിറക്കിയ പുസ്തകങ്ങളുള്ളതാണ്. കാരണം എല്ലാം അള്ളാഹുവാണ്. അവിടെ ഇത് പറഞ്ഞ ആളുകളിൽ അവരിൽ ചിലർ റൊട്ടി കഴിക്കുമ്പോൾ അക്കല റബ്ബുൻ റബ്ബൻ, ഒരു റബ്ബിത മറ്റൊരു റബ്ബിനെ ഭക്ഷിച്ചിരിക്കുന്നു. കാരണം അവന് റബ്ബാണ്, റൊട്ടി റബ്ബാണ്. അവരിൽ ചിലർ പറഞ്ഞു, അവരുടെ വാദങ്ങളുടെ അനന്തരഫലമായി ചിലർ എത്തിപ്പെടേണ്ടതിന്റെ അന റബ്ബുക്കുമുൽ അല എന്ന് പറഞ്ഞ ഫിർഔൻ പറഞ്ഞത് ശരിയാണ് അവരുടെ വാദപ്രകാരമാണെങ്കിൽ. കാരണം ഫിർഔൻ എന്താ പറഞ്ഞു, ഞാനാണ് റബ്ബ്, ഫിർഔൻ റബ്ബാണ്. കാരണം ഇല്ല, ഏറ്റവും അപകടകരമായ വാദമാണിത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു നിരീശ്വരവാദികളെക്കാൾ അപകടം പിടിച്ച വാദമാണ്. നിരീശ്വരവാദികൾ അള്ളാഹു ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവരാകട്ടെ വൃത്തികേടുകളിലും നജസുകളിലും അള്ളാഹു ഉണ്ട് എന്നാണ് വാദിച്ചത്. അത് അള്ളാഹുവിനെ കുറിച്ച് അങ്ങേയറ്റം മോശം പറയലാണ്. നായമുണ്ട്, വിസർജ്യങ്ങളുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് അങ്ങേയറ്റത്തെ മോശം പറയലാണ് ഈ വാദം. നമ്മുടെ നാട്ടിൽ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും ഈ അർത്ഥം പറയുന്ന സൂഫി ചിന്താഗതിയെയും പ്രചാരത്തിലാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമമുണ്ട്. അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ഈ ആത്മീയത പറയുന്ന ഇപ്പോഴത്തെ കുറച്ച് പുരോഹിതന്മാരും അതിൻ്റെ പിറകിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുറച്ച് ബുദ്ധിജീവി ചമയുന്ന ആളുകളും ഇതിന് പിറകിലുണ്ട്. സൂഫി ഇസ്ലാം, അതാണ് മനോഹരമായ ഇസ്ലാം. സൂഫി ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ മുച്ചൂടും നശിപ്പിക്കുന്ന വിപത്താണ്. ഈ പറഞ്ഞ വിശദീകരണം ലാ മൗജൂദ ഇല്ല, അള്ളാഹു അല്ലാതെ ഒന്നുമില്ല, എല്ലാം അള്ളാഹുവാണ് എന്ന വാദം അള്ളാഹുവിൻ്റെ ദീനിന് ഘടക വിരുദ്ധമായ കാര്യമാണ്. അതിൻ്റെ തെളിവുകൾ അത് തെറ്റാണ് എന്ന് അറിയിക്കേണ്ടതിന് പ്രത്യേകിച്ച് തെളിവ് പറയേണ്ട കാര്യമില്ല, അത്രയും വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പഴച്ച വാദങ്ങൾ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകണം. മറ്റൊരു വാദം ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, പടപ്പിനുള്ള കഴിവ് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കുമില്ല എന്ന വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് ചില അശാരി കിതാബുകളൊക്കെ ഉള്ള അർത്ഥമാണ്. ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, സൃഷ്ടി ഉണ്ടാക്കാൻ, ഒരു വസ്തുവിനെ ഉണ്ടാക്കാനുള്ള കഴിവ് അള്ളാഹുവിനല്ലാതെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഈ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമല്ല. ഈ അർത്ഥം തെറ്റാണോ? അതിൽ പറഞ്ഞ ആശയം തെറ്റാണോ? അല്ല.
സൃഷ്ടിപ്പിന് കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ഇതല്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, എന്താ നിങ്ങൾ എന്തിനാ വാശി പിടിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അങ്ങനെ പറഞ്ഞാലോ കുഴപ്പമെന്താ വെച്ചാൽ മക്കയിലെ മുശ്രിക്കുകളും മുസ്ലിങ്ങളാവും. അവരംഗീകരിച്ചിരുന്ന കാര്യമാണിത്. മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ, അവരോട് ചോദിക്കുകയാണ്, ആരാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് എന്ന്. ഇതവർക്ക് ഇപ്രത്യക്ഷമില്ലാത്ത കാര്യമാണ്. ഇതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർക്ക് അഹങ്കാരം കാണിക്കും. എന്തിനൊരു അഹങ്കാരം കാണിച്ചത്? ഇതാണ് അതിന്റെ അർത്ഥമെങ്കിൽ അവർക്ക് അംഗീകരിക്കാവുന്ന അർത്ഥമല്ലേ? അവര് ഹജ്ജിന് വരുന്ന സന്ദർഭത്തിൽ അവർ ചൊല്ലിയിരുന്ന തൽബിയത്ത് കിതാബുകളിലില്ലേ? എന്താ ഒരു തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഇതിൽ വ്യത്യാസമുണ്ടോ നമ്മളെ തൽബിയത്തായിട്ട്? ഒരു വ്യത്യാസമില്ല. അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അരികിൽ നിന്നുകൊണ്ട് പറയും, അത് അവർ പറയുമ്പോൾ അവിടുന്ന് ഇവിടെ എത്തിയാൽ അവിടുന്ന് പറയും ഖദ് ഖദ്, അവിടെ നിങ്ങൾ നിർത്തൂ, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പറയല്ലേ. പക്ഷെ അവരവിടെ നിർത്തൂല. അവർ ബാക്കി പറയും. അവർ പറയും ഇല്ല ശരീക്കൻ, ഒരു പങ്കുകാരനുണ്ട്, ലാത്ത ഉസ്സ മനാത്തൊക്കെ പങ്കുകാരൻ. പക്ഷേ ഹുവ ലക, ആ പങ്കുകാരൻ നിന്റേതാണ്. അവര് സ്വയം ഉണ്ടായ ആൾക്കാരല്ല, അവർ നീ ഉണ്ടാക്കിയവരാണ്. തംലികുഹു വമാ മലക, അവരെയും അവരെന്തൊക്കെ ഉടമപ്പെടുത്തുന്നു അതൊക്കെയും നിന്റേതാണ്. നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്ന അതേ വിശ്വാസം ഹർഫം ബി ഹർഫാണ്, അക്ഷരത്തിനൊത്ത അക്ഷരം. ഞങ്ങൾ ചോദിക്കുന്നത് കൊടുത്തു കഴിവുന്നതാണ്, കൊടുത്തു. അതേ കാര്യം അവർ പറഞ്ഞിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ഇതല്ല. അതുപോലെ തന്നെ മറ്റൊരർത്ഥം ആളുകൾ ചില പറയും ലാ ഹാക്കിമ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വിധികർത്താവായി ഒരാളും തന്നെ ഇല്ല. ഈ പറഞ്ഞ അർത്ഥം തെറ്റാണോ? അർത്ഥം തെറ്റല്ല. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും വിധി പറയേണ്ടത്. ഹലാലും ഹറാമും അള്ളാഹുവാണ് നിശ്ചയിക്കണം. നബിമാർക്ക് വരെ അതിന് അർഹതയില്ല. അള്ളാഹിന്റെ റസൂൽ പറയാൻ പറ്റും ഒരു കാര്യം ഹലാലാക്കാൻ? യാ അയ്യുഹൻ നബി ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലയോ നബിയെ അള്ളാഹു ഹലാലാക്കിയത് എന്തിനാണ് താങ്കൾ ഹറാമാക്കുന്നത്? ആരോടെ ചോദിച്ച്? അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു വാക്കണം. ഹലാലും ഹറാമും വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന്റെ റസൂലിന് പോലുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് മാത്രമാണ് വിധി നിശ്ചയിക്കാനുള്ള അർഹതയുള്ളത്. അവന് മാത്രമേ അവകാശമുള്ളൂ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അതല്ല. ഇത് അതിന്റെ അർത്ഥത്തിൽ പെട്ടതു മാത്രമാണ്, എന്റെ അർത്ഥത്തിന്റെ ഭാഗം മാത്രം. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന അർത്ഥത്തിന്റെ ഭാഗങ്ങളിൽ ഒന്നാണ്, മുഴുവൻ അർത്ഥമല്ല. പഴയ കാലഘട്ടത്തിൽ ഖവാരിജികൾ അവർ ഈ കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതൊക്കെ. അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ മധ്യസ്ഥം പറയാൻ വേണ്ടി രണ്ടാളെ നിശ്ചയിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ആളുകൾ പറഞ്ഞു സത്യം അലിയുടെ പക്ഷത്താണ്, പിന്നെ എന്തിനാ മധ്യസ്ഥന്മാര്? നമ്മളല്ലേ സത്യത്തിന്റെ ആൾക്കാർ. പിന്നെ മധ്യസ്ഥന്മാരെ വെച്ചിട്ട് ഇതിലൊരു ഒത്തുതീർപ്പ് വെച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിധിക്കെതിരാണ്. അപ്പൊ മധ്യസ്ഥന്മാരെ വെച്ചതിലൂടെ അലി ഇബ്നു അബി താലിബ് അവരുടെ വാദപ്രകാരം അവർ പറഞ്ഞു കാഫിറായിരിക്കുന്നു. നഊദു ബില്ലാഹ്. അങ്ങനെയാണ് അലി ഇബ്നു അബി താലിബിനെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഈ വാദം പറ ലാ ഹുക്മ, അദ്ദേഹം ഖുത്ബക്ക് മിമ്പറിൽ കയറുമ്പോൾ ആൾക്കാർ ഒച്ചടി വരുന്നതാണ് ഇത് പറഞ്ഞിട്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ തൗഹീദ് എന്ന പേരിൽ ആളുകൾ കൊണ്ടുപിടിച്ച് നടക്കുന്ന കാര്യം ഈ ഖവാരിജി ചിന്താഗതിയിൽ നിന്ന് ഉടലെടുത്തതാണ്. അത് ഭരണത്തിലുള്ള അധികാരത്തിലുള്ള തൗഹീദ് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് നബിമാർ വന്നെത്തിയത് എന്ന വാദം അങ്ങനെ വന്നതാണ്. അത് വിശദമായി പറയേണ്ടതാണ്. ഞാനത് സൂചന മാത്രം പറഞ്ഞ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മതിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നാലാമത്തെ കാര്യം ഇഖ്റാജുൽ യഖീനിൽ ഫാസിദി അലൽ അഷ്യാ വഇദ്ഖാൽ യഖീൻ സഹീഹ് അലാ ദാത്തില്ലാഹ്. ഇതിന്റെ അർത്ഥമൊക്കെ എല്ലാം വിശദമായി പറയുന്നില്ല. ഇത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പിന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവരുടെ ദഅവത്തിൽ പലപ്പോഴും പറയുന്ന അർത്ഥമാണ്. കിതാബുകൾ ചിലതിൽ വന്നതാണ്. എന്താ ഇതിന്റെ ഉദ്ദേശം? നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ തബ്ലീഗിന്റെ ദഅവത്ത് ചില സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ആളെടുത്ത് വന്നിട്ട് പറയും ഈ കച്ചവടം ഇതല്ലേ ഇപ്പൊ നിങ്ങൾക്ക് റിസ്കറിന്, ഇതാണ് പിന്നെ കച്ചവടം, എൻ്റെ വരുമാനത്തിന്റെ വഴി. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. കച്ചവടമാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതോടുകൂടി നിങ്ങൾ
മുശ്രിക്കായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ റിസ്ക് തരുന്നവൻ അള്ളാഹു മാത്രമാണ്. അത് ഒരു നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമല്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദുനിയാവിലുള്ള വസ്തുക്കൾ അവ കൊണ്ടാണ് ഉപകാരം ലഭിക്കുന്നത് എന്ന അവയിലുള്ള മനുഷ്യന്റെ അവലംബം ഒഴിവാക്കി അള്ളാഹുൽ അവലംബം അർപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ഈ പറഞ്ഞതല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. വമൻ യുദബ്ബിറുൽ അംറ സയഖൂലുന അല്ലാഹ്. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു അള്ളാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമായി പറയാവുന്ന വാക്കല്ല ഈ പറഞ്ഞ അർത്ഥം. മാത്രമല്ല ഇത് മുൻഗാമികൾ പറഞ്ഞ അർത്ഥത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഈ അർത്ഥത്തിൽ അബദ്ധം പിണയുന്നത് കൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും ഇസ്ലാമിക ദഅവത്തിൽ അവർ ശരിയായ തൗഹീദിന് പ്രാധാന്യം നൽകാതെ പോകുന്നത്. എത്രയോ കാലം ചിലപ്പോൾ ജമാഅത്തിന് പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഉർക്ക് കെട്ടുന്നതും ഏലസ് കെട്ടുന്നതും ഒരു ഷിർക്കിൽ പെടുന്ന കാര്യമാണ് എന്ന് അവൻ പഠിച്ചിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ വന്നു പോകുന്ന അബദ്ധത്തിൽപ്പെട്ടതാണ്. അപ്പൊ ചിലർ പറയും എല്ലാവർക്കും ഇങ്ങനെ ഇല്ല. എല്ലാവർക്കും ഇല്ല, പക്ഷെ ചില ആൾക്കാർക്ക് ആ തെറ്റുകൾ തിരുത്തണം. എല്ലാവർക്കും ഇല്ലെങ്കിലും ഈ തെറ്റുള്ള ആളുകൾ തിരുത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ഉലൂഹിയത്ത്, അള്ളാഹുവിനുള്ള ഇബാദത്ത്. അതാണ് സഹോദരങ്ങളെ നബിമാരും അവരുടെ ജനതയും തമ്മിലുണ്ടായ വിഷയം. അതുപോലെയാണ് തർക്കണ്ടായത്. അപ്പൊ അതിന്ന് വിഷയം ഒരിക്കലും മാറ്റിക്കൊണ്ടുപോകരുത് ഒരു കാലത്തും. അവസാനമായി എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, സഹോദരങ്ങളെ, ഇന്ന് ദുനിയാവിൽ എല്ലാം സംസാരിക്കാൻ ആളുണ്ട്, തൗഹീദ് മാത്രം പറയാൻ ആളില്ലാത്ത. രാഷ്ട്രീയത്തിന് ആൾക്കാരുണ്ട്, സാമ്പത്തിക രംഗം പറയാൻ ആൾക്കാരുണ്ട്. ഇന്ന് സങ്കടകരമായ കാര്യം ദീന് പറയാൻ പഠിപ്പിക്കപ്പെട്ട ആളുകൾ വരെ ഇരുമലാണ്. രാഷ്ട്രീയം പറയാൻ, അവിടെ ഇന്നാൾ ജയിച്ചു, ഇവിടെ ഇന്നാൾ വന്നു, അപ്പൊ ഇന്നാൾ വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്താവും. ദീന് പറയാൻ ആളില്ലാത്തൊരു കാലഘട്ടമാണിത്. അള്ളാഹുവിന്റെ ദീനിലൊരു ഹർഫ് പഠിച്ചാൽ അത് എത്തിച്ചു കൊടുക്കാൻ ഇവിടെ ആളില്ല. രാഷ്ട്രീയം പറയാനും സാമ്പത്തിക രംഗം പറയാനും മറ്റേ എങ്ങനെ ഇലക്ട്രിസിറ്റി ലാഭിക്കണം അതൊക്കെ പറയാനുള്ള ആൾക്കാരുണ്ട്. അതൊന്നും ഇവിടെ ആവശ്യമില്ല. അത് ദീന് പറയുന്ന ആൾക്കാരെ അതിൻ്റെ ആവശ്യമില്ല. ദീനിന്റെ ആളുകൾ ദഅവത്തിനു വേണ്ടി അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇരിക്കുന്നവരുടെ പണി അള്ളാഹുലേക്ക് ക്ഷണിക്കലാണ്. അതിനൂടെ ആളില്ല. അത് ഗൗരവത്തിൽ ഞാൻ 2 മിനിറ്റ് നിർത്തും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരി. കൂടിയ ആളുകൾ കുറച്ച് ആൾക്കാരുള്ളൂ. നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുക, തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ കുറച്ചുപേരെ ഗ്രൂപ്പിലാക്കി പറഞ്ഞു കൊടുത്തോളൂ. ഇത് പറയാൻ ആളില്ലാത്തൊരു ഘട്ടത്തിലാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. وهذا والله تعالى أعلم بالصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم